ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേസ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോവുകയാണ് ഫ്രീ ഫയറിലെ 1v1. സത്യം പറഞ്ഞാൽ 2v2 3v3 കളിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അത് തനിച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും. ക്രാഫ്റ്റ് കളിയുമായി ഞാൻ ഒരു തനിച്ചൊരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോവുകയാണ്. പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1v1ൻ്റെ ഇടയിലാണ് ഗായ്സ്. ഓക്കെ, അയാളെ ഫുള്ള് കവർ എടുത്തുകൊണ്ടേ ഇരിക്കണം, ഒരു സ്റ്റോപ്പിങ്ങും ഇല്ല. നമ്മളും അത്ര കുറവൊന്നുമില്ല, നമ്മളൊക്കെ കുറേ കവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ജസ്റ്റ് മിസ്സിൻ്റെ ആയിരുന്നല്ലോ. ഇനി കുറച്ചും കൂടി അടിച്ചാൽ മതി. നിങ്ങൾക്ക് എൻ്റെ അടി കാണുമ്പോഴേ മനസ്സിലാവും നമ്മൾക്കൊന്നും വൺ ടാപ്പ് അടിക്കാൻ അറിയില്ല ഗൈസ്. നമ്മളൊക്കെ പ്ലെയറാണ്. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതെ 75 വീണ്ടും കയറി. ജസ്റ്റ് മിസ്സ്. അതായത് ഞാൻ പറഞ്ഞു വന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹെഡ് അടിക്കാൻ അറിയത്തില്ല. ഞാനിങ്ങനെ നമ്മളൊക്കെ കുത്തിപ്പിടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം എടുക്കണത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ പ്ലെയറാണ്, എന്തായാലും പ്ലെയറാണ്. ഇയാൾ കവർ നിർത്തണേയില്ല. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുള്ളത് എപ്പോഴും. നല്ല ചാൻസ് ആയിരുന്നു കേട്ടാ. നമ്മൾ ജയിച്ചേക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 1 എടുത്തേക്കാണ്, അയാൾ 0 എടുത്തേക്കാണ്. 0 എടുത്തല്ല, ഓൾറെഡി ഉള്ള. ഞാനിത് എന്തൊക്കെയാണല്ലേ പറയണത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്ന എൻ്റെ ഗ്ലൂ വാൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി. എൻ്റെ ഇത് കണ്ടോ ഈ ഗ്ലൂ വാൾ? ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കിട്ടിയതാണ്. എൻ്റെ മോനെ, ഞാൻ ഇത്ര വലിയ ഹെഡ് അടിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്ര നന്നായിട്ട് ഹെഡ് അടിക്കുന്നത് എനിക്കും കൂടി അറിയില്ലായിരുന്നു. ഏതാല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗ്ലൂ വാൾ ഉണ്ടല്ലോ, ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ 1v1 സ്പെഷ്യൽ കളിച്ചപ്പോൾ കുറേ വട്ടം ഞാൻ ഇതേ സ്കിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തെടുത്ത് എനിക്ക് ഇങ്ങനെ കിട്ടിയതാണ്. പക്ഷെ അത് എന്താണ് അതിന് ലോജിക്ക് സംഭവിച്ച് ഞാൻ ശരിക്കും ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു മിനിറ്റ്. നമ്മൾ ഇയാളത് എവിടേക്കാണ് നമ്മൾ കൊടുത്തത്. 108. ഒരടിയും കൂടെ. അടിച്ച് ഗൈസ്. ഓക്കെ, 4ാമത്തെ റൗണ്ട് ആയേക്കാണ്. 3 റൗണ്ട് നമ്മളങ്ങനെ 3 റൗണ്ട് ജയിച്ചേക്കാണ്. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ഈ പാറ്റേണാണ് 1v1 ഏത് കളിയിലായാലും ഉപയോഗിക്കുന്നത്. സൈഡ് വഴി കൂടെ വന്നിട്ട് ഇങ്ങനെ ഇട്ട് പോകും. അത് എൻ്റെ ഒരു ശീലമാണ് ഗൈസ്. ഓക്കെ, 75ൻ്റെ ഹെഡ്, വീണ്ടും 108ൻ്റെ ഒരു ഹെഡ്. യെസ്. പിന്നെ എന്നെ പോലത്തെ ഇങ്ങനെ കുത്തിപ്പിടിയിൽ മാസ്റ്ററായിട്ടുള്ളവരും പിന്നെ കുത്തിപ്പിടിച്ച് വിജയിക്കുന്നവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? ഈ വീണ്ടും ഇല്ല, ഈ പ്രാവശ്യം ഞാൻ മിസ് ചെയ്തു ഗൈസ്. ഇപ്രാവശ്യം ഞാനത് മിസ് ചെയ്തു. ചേടാ. യെസ്. 7%. ഓക്കെ, അതായത് ഞാൻ ഗൈസ് പറഞ്ഞു വന്നത്, കഴിഞ്ഞ കളിയിലുണ്ടല്ലോ അയാൾ എന്നെ ഹെഡ് അടിച്ചു ഗൈസ്. എന്നിട്ട് എൻ്റെ വെറും 7% ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഓക്കെ, അടുത്ത ആൾ സ്റ്റാർട്ടായി. അയ്യോ, ഞാൻ അയാളുടെ മുമ്പിൽ കൂടെ പോയപ്പോൾ അയാൾ ഇറങ്ങി വരുമ്പോൾ നേരെ എൻ്റെ ഹെഡിക്ക് എയിം ചെയ്ത് അടിച്ച് ഗൈസ്. കുഴപ്പമില്ല. അത് പിന്നെ ഞാൻ തന്നെ ചെയ്തൊരു തെറ്റാണ്. അയാൾ ഇറങ്ങി വരികയായിരുന്നു ചാടിയിട്ട്. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഹെഡ് അടിച്ച് ഗൈസ്. ഓക്കെ, മെല്ലെ പതുക്കെ. ഓക്കെ, ദേ വന്ന് അവിടെ നിൽക്ക്. എവിടെ? ജസ്റ്റ് മിസ്സായോ, ചിലപ്പോൾ അടിച്ചേനെ. എനിക്ക് ഗ്ലൂ വാൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. വീണ്ടും കണ്ടില്ലേ? ജസ്റ്റ് യെസ്. ഇതെന്താണിത്? നമുക്ക് റിവേഴ്സ് അടിച്ച് പോവാം. യെസ്, എനിക്കറിയായിരുന്നു. വീണ്ടും ഇല്ല. യെസ്, ഇതെന്താണ് കവർ ഇട്ട് നിൽക്കണത്? ഇല്ലേ. ഓക്കെ, നമുക്ക് ഞാൻ അപ്പോൾ സ്പീഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, മൊബിലിറ്റി. ഇതെന്തൊട്ട് തേങ്ങ. എനിക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? ഇല്ല. അട്രാക്ഷൻ തൊട്ട് വേറെ ഒരു ഗണ്ണും വേണം. ഇങ്ങനെ ഗ്ലൂ വാൾ പൊട്ടി. അപ്പോഴേക്കും അടുത്ത് ഇട്ടാ. എവിടെ? ഉള്ളിലൊളിഞ്ഞ് പൊട്ടി. യെസ്.
അയ്യോ എനിക്ക് എയിമേ കിട്ടിയില്ല, എന്നിട്ടും അയാൾ മിണ്ടാണ്ടിരുന്നു. ഓ ഓക്കെ, അയാൾ എന്താ ഇനി വേണം വേണ്ടിയിരുന്നു എനിക്ക്, കാരണം ഞാൻ കുറേ നേരം എനിക്ക് എയിം കിട്ടിയിരുന്നില്ല, എന്നിട്ടാണ് തലയ്ക്ക് പോയത്. അയാൾ കിറ്റടിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇമോട്ടിട്ട് കളിയാക്കാം, ചിലപ്പോൾ അത് കണ്ടിട്ടെങ്കിലും വന്നാലോ. യെസ്, എനിക്ക് തോന്നുന്നു അയാൾ ശരിക്കും കിറ്റടിച്ചിട്ട് പോയിരുന്നു, കാരണം ഞാൻ 6 അയാൾ 1 ജയിക്കുന്നതെന്നുള്ളൊരു പ്രതീക്ഷ കാരണം അയാൾ കിറ്റടിച്ച് പോയേക്കണം തോന്നുന്നു, കാരണം നമ്മൾ അങ്ങനെയാണ്. ഓക്കെ, വീണ്ടും ഒരു ഇമോട്ട് ഇടാം. ഓ, ഇമോട്ട് ഇടുമ്പോഴേക്കും ബൂയ. ഓക്കെ, അങ്ങനെ നമ്മൾ ബൂയ അടിച്ചേക്കാണ്. 7-1 പൊട്ടിച്ചത്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.